അല്പം കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങി നോക്കിയപ്പം നമ്മുടെ കർക്കിടക മഴ അങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അനന്തരഫലമായിട്ട് എൻ്റെ 2 മക്കൾസിനും പനിയും ചുമയും കഫക്കെട്ടും ഒക്കെ ആയിട്ട് 1-2 ആഴ്ചയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. ഒരാൾ നെബുലൈസേഷൻ എടുക്കുന്ന സങ്കടത്തിലും ഒരാൾ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ്. രണ്ടാളും നമ്മുടെ ടി വിയിൽ മഹാറാണി സിനിമ കണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടാളെയും അകത്ത് അടക്കിയിരുത്തിയതിന് ശേഷം ഞാൻ മെല്ലെ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ മഴയൊക്കെ തോർന്ന് അന്തരീക്ഷം നല്ല ശാന്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കാണാൻ കിട്ടാറില്ല കേട്ടോ. കാരണം നമ്മുടെ മഴ അങ്ങനെ പെയ്തു തോരാതിരിക്കുകയല്ലേ. ഈ മഴയത്തും തണുപ്പത്തും പുറത്തിറങ്ങാൻ തോന്നാറേ ഇല്ല കേട്ടോ. പുതച്ച് മൂടിക്കിടന്ന് ഉറങ്ങാനാണ് തോന്നാറ്. പക്ഷെ നമുക്കത് പറ്റില്ലല്ലോ. അങ്ങനെ ചുറ്റുപാടെല്ലാം വീക്ഷിച്ച് വന്നപ്പോൾ അമ്മയുടെ 10 മണിയിൽ പൂവിട്ടിരിക്കുന്നത് കണ്ടു കേട്ടോ. ആൾ വന്നിട്ട് കുറച്ച് ദിവസമാണെങ്കിലും എൻ്റെ ശ്രദ്ധയിൽ ഇന്നാണ് പെട്ടത്. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ബുക്കുമായിട്ട് വന്നിരുന്നു കേട്ടോ. ഇത് വായിക്കുമ്പം എന്തോ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നുണ്ട്. പെട്ടെന്ന് വായിച്ചു തീരണമെന്ന് മനസ്സിലൊരാഗ്രഹം. ഇതിനിടയ്ക്ക് മഴ വീണ്ടും ഒന്ന് പെയ്തു തോർന്നു കേട്ടോ. ഇപ്പം മുറ്റത്ത് അച്ഛൻ്റെ സ്കൂട്ടർ മാത്രമല്ല, കുടകളും ഉണ്ട്.